ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1.5 കിലോ വരുന്ന റെഡ് ബി കേക്കാണ്. ഈ ഒരു റെഡ് ബി കേക്ക് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ബാറ്റർ വെച്ചിട്ട് നമ്മൾ 3 കേക്കും 3 ഫ്ലേവറിലുള്ള കേക്കും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കേക്കിൽ നമുക്ക് ഒരു ചോക്ലേറ്റ് കേക്കും ഒരു വാനില സ്പഞ്ച് കേക്കും ഒരു റെഡ് വെൽവെറ്റ് കേക്കുമാണ് വരുന്നത്. അതെല്ലാം ഞാൻ ഒരൊറ്റ ബാറ്റർ വെച്ചിട്ട് ബീറ്ററും ഓവനും ഒന്നും ഇല്ലാണ്ട് നമ്മുടെ സാധാരണ ഒരു ഗ്ലാസ്സിൽ മെഷർ ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് മുഴുവനായിട്ടും ചെയ്തെടുത്തേക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലുള്ളൊരു ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും കാണും ഇതേപോലുള്ളൊരു ഗ്ലാസ്. ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ മെഷറിങ്ങിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഏകദേശം 1.25 കപ്പ് അളവിലാണ് നമുക്ക് മൈദ വേണ്ടത്. അപ്പോൾ നമ്മൾ 1.5 kg ചെയ്യുന്നതുകൊണ്ട് തന്നെ 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് ഏകദേശം ഈ ഒരു അളവിലുള്ള സ്പൂൺ എടുത്തിട്ട് അതിൽ നിറച്ചും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതേപോലെ വലിയൊരു സ്പൂൺ എടുത്തിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വലിയ സ്പൂണും പിന്നെ അതിനേക്കും കുറച്ചൊരു ചെറിയ സ്പൂണും എടുത്തിട്ട് വേണം അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിലോട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 5 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലോട്ട് 1.25 കപ്പ് അളവിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത അതേ ഗ്ലാസ് തന്നെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പാത്രം ഒരു ഇച്ചിരി ചെരിച്ച് പിടിച്ചിട്ട് ഒരു സൈഡിലോട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ബീറ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അത് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇനി അതിലോട്ട് 5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ 5 ടേബിൾ സ്പൂൺ അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതുക്കെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഞാനിതിപ്പോൾ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോരോ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ 2 എണ്ണം വീതമാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു പാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഫ്രെയിം പാനിൽ ചെയ്യാം, ഒന്നല്ലാതെ സാധാരണ പാത്രത്തിലും ചെയ്യാം. എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ആദ്യത്തെ ഒരു പോർഷൻ ഞാൻ വാനില കേക്കാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം വാനില മിക്സ് ചേർത്തതുകൊണ്ട് അത് മാത്രം ഒരു ഇച്ചിരി ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാനിലോട്ട് ആക്കിയിട്ട് അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഏകദേശം ഈ ഒരു അളവിലാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തൊരു കടായിലോട്ട് നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് നമുക്ക് ബേക്കായിട്ട് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ബാറ്ററിൽ നിന്ന് തന്നെ കുറച്ചും കൂടെ പോർഷൻ മാറ്റിയിട്ട് അതിലോട്ട് 1.5 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ ഹോട്ട് കോഫി കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തിട്ട് അതും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്. അതും നമ്മൾ ഇതേപോലെ ഒരു കടായി പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ടൊരു 15 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ബാക്കി വരുന്ന ഈ ഒരു ബാറ്ററിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ലിക്വിഡ് റെഡ് കളർ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. നമുക്ക് കളർ കുറച്ചും കൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള കടായിലോട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ 3 കേക്കും നല്ലപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ഇങ്ങനെ 3 കേക്കും നമ്മൾ ഒരേ രീതിയിൽ ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഐസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് അളവിൽ വിപ്പ് ക്രീമാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഐസിങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏത് ലെയറാണ് നിങ്ങൾക്ക് ആദ്യം വെക്കേണ്ടത് അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഇച്ചിരി വിപ്പിംഗ് ക്രീം അതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ക്രീമും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഗനാഷ് ഉണ്ടാക്കിയത്. ഈ ഒരു ഫസ്റ്റ് ലെയറിൽ മാത്രമേ നമ്മളിത് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയറും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വിപ്പ് ക്രീം അതിൻ്റെ മുകളിലാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റേഷ്യോയും സെയിം തന്നെയാണ്, നമ്മൾ നേരത്തെ ചെയ്ത അതേ റേഷ്യോയിൽ തന്നെ ചെയ്തെടുത്തതാണ്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരമെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അതൊന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതേപോലെ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് അളവിൽ ക്രീമും കൂടെ ചേർത്തിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് മൈക്രോവേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. ഈ ഒരു കേക്ക് കവർ ചെയ്യാൻ എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് അതിലോട്ട് ഒരു ഇച്ചിരി റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കേക്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ബാക്കി ഉണ്ടാവും. അതും ഇതേപോലെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കേക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് ചെയ്തു എന്നേ ഉള്ളൂ. ഇതേപോലെ കേക്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് ഉണ്ടാക്കാൻ, ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.